ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ഈദ് മുബാറക്. നാളെ പെരുന്നാളാണ്. ഇപ്പൊ പെരുന്നാൾ തലേന്നാണ്. ലെറ്റ്സ് ഗെറ്റ് റെഡി. പെരുന്നാൾ പരിപാടികൾ തലേന്ന് തന്നെ തുടങ്ങും. എല്ലാരും കൂടി ഒരു വീട്ടിൽ കൂടിയിട്ട് മൈലാഞ്ചിടലും തെക്കുബീറി ചെല്ലലും എല്ലാം കൂടി ആയിട്ട് എല്ലാരും എത്ര മുന്നേ സിറ്റ് ഔട്ട് ഒക്കെ ഒന്ന് ലൈറ്റ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് ഒരു വൈബിന് വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞ പിന്നെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ വന്നു. നമ്മൾ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് പുറത്ത് പോയി നല്ല പച്ചമാങ്ങ സോഡ ഒക്കെ കുടിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പെരുന്നാൾ തലേന്ന് രാത്രി പുറത്ത് പോണത് ഒരു പ്രത്യേക രസമാണ് കേട്ടോ. തിരിച്ചെത്തിയപ്പോ എല്ലാരും വീട്ടിലുണ്ടായിരുന്നു. മൈലാഞ്ചി ഒക്കെ ഇട്ട് കൊടുത്ത് ഞാനാണ് എന്റെ വീട്ടിലെ മൈലാഞ്ചി ആർട്ടിസ്റ്റ്. ഭയങ്കര അടിപൊളിയൊന്നല്ല, എന്നാലും മാനേജ് ചെയ്യാം. ഓരോ പെരുന്നാളാകുമ്പോഴും ആൾക്കാരുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. എല്ലാവർക്കും മൈലാഞ്ചിട്ട് കഴിഞ്ഞപ്പോഴേക്കും സമയം കുറയായി. 12:30 എങ്ങാനും ആയപ്പോഴാണ് ഞാൻ എന്റെ കൈമ മൈലാഞ്ചി ഇടണത്. അങ്ങനെ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞ് ഒരു 1-1:30 ഒക്കെ ആയപ്പോ കിടന്നുറങ്ങി. പെരുന്നാൾ ദിവസം രാവിലെ 5:30 ആയപ്പോ എണീറ്റ് മൈലാഞ്ചി ഒക്കെ കഴുകി കളഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് സുബഹിയൊക്കെ നിസ്കരിച്ചിട്ട് ഈദ്ഗാഹിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. ഡ്രസ്സൊക്കെ ഓൾറെഡി സെറ്റാക്കി വെച്ചിരുന്നു. പിന്നെ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഷാളൊക്കെ ചുറ്റി സംഭവം സെറ്റാക്കിയിട്ട് നമ്മൾ ഈദ്ഗാഹിന് പോയി. നമ്മൾ സ്ഥിരമായിട്ട് പെരുന്നാൾ നിസ്കാരത്തിന് പോണ സ്ഥലമാണ്. എല്ലാവരും ഉണ്ടായിരുന്നു. ഉമ്മയും ഉപ്പയും വെല്ലിമ്മയും അനിയത്തിയും കസിൻസും എല്ലാവരും കൂടി ഒരുമിച്ചാണ് പോയത്. പെരുന്നാൾ നിസ്കാരം കൃത്യസമയത്ത് തുടങ്ങി. നമസ്കാരം കഴിഞ്ഞിട്ട് പ്രസംഗം ഉണ്ടായിരുന്നു. അതൊക്കെ കേട്ട് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിഷൊക്കെ ചെയ്ത് അതിന്റെ ഇടയിൽ MSMലെ കുട്ടികൾ എല്ലാവർക്കും ഐസ്ക്രീം ഒക്കെ കൊടുത്ത് അതൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചു പോന്നു. തിരിച്ചെത്തിയിട്ട് ഒന്നും കൂടി ഒന്ന് ടച്ചപ്പ് ഒക്കെ ചെയ്തു. ഫോട്ടോ ഒക്കെ എടുക്കാനുള്ളതല്ലേ. അപ്പോഴേക്കും ഉമ്മ പായസമൊക്കെ സെറ്റ് ആക്കിയിരുന്നു. അത് നമ്മൾ അടുത്തുള്ള വീടുകൾക്കൊക്കെ കൊടുത്ത് പെരുന്നാൾ ഫുഡ് തറവാട്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ അവിടെയൊക്കെ പോയി ബിരിയാണി ആയിരുന്നു. നല്ല അടിപൊളി ബിരിയാണി. കുറെ കാലത്തിന് ശേഷമുള്ള എന്റെ ഉപ്പാന്റെ എല്ലാ ആങ്ങളമാരുള്ള പെരുന്നാളായിരുന്നു കേട്ടോ അത്. അപ്പൊ അതിന്റെ ഒരു രസം ഉണ്ടായിരുന്നു മൊത്തത്തില്. പിന്നെ പെരുന്നാൾ പൈസ ഒക്കെ ഉള്ള ഓട്ടായിരുന്നു കേട്ടോ. ഞാനല്ല, കുട്ടികൾ. ഇന്നോട് വരെ കുട്ടികൾ പെരുന്നാൾ പൈസ ചോദിച്ചിരിക്കണം. പിന്നെയാണ് ദ മെയിൻ പാർട്ട്. ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള കുറച്ച് നേരത്തെ റെസ്റ്റ് എടുക്കും. BTSന്റെ പുതിയ സോങ്സ് ഇറങ്ങിയതിന്റെ ഇടയിൽ അപ്പൊ അതൊക്കെ കേട്ട് കസിൻസ് ഒക്കെ വന്നിക്കണെന്ന് പറഞ്ഞപ്പോ പിന്നെ തറവാട്ടിലേക്ക് തിരിച്ചു പോയി. അവരൊപ്പം ചെറപറ വർത്താനും കുറച്ച് പെരുന്നാൾ പൈസയും കിട്ടി. ഫോട്ടോസൊക്കെ എടുത്ത് സംഭവം കളറായി. അടുത്തതായിട്ട് അവതരിപ്പിക്കുന്ന എല്ലാ പെരുന്നാളിലുള്ള മെയിൻ പരിപാടി ബീച്ചിൽ പോവൽ. എന്റെ വീട്ടിൽ നിന്ന് വെറും 2 കിലോമീറ്ററേ ബീച്ചിലോട്ടുള്ളൂ. എന്റെ ഉമ്മയും ഇപ്പം നടന്നാണ് ബീച്ചിൽ പോയത്. ഞാനും അനിയത്തിയും കൂടി ബൈക്കിലും പോയി. സൺസെറ്റ് കണ്ടു. നല്ല അടിപൊളി സൺസെറ്റ് ആയിരുന്നു കേട്ടോ. രാത്രി താത്തിയും കുട്ടിയൊക്കെ വന്നു. നമ്മൾ പിന്നെയും ബീച്ചിൽ പോയി. അവിടെ കുറെ നേരം ഇരുന്ന് രാത്രിയൊക്കെ ഒറ്റ മൈൻഡിൽ പോയി ഇരിക്കാൻ ബീച്ച് സ്വന്തമായിട്ടുള്ളതുകൊണ്ട് നല്ല രസമാണ്. പിന്നെ നമ്മളൊരു കഫേയിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 1-1:30 ഒക്കെ ആയപ്പോഴാണ് തിരിച്ച് വീട്ടിലെത്തിയത്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് പെരുന്നാൾ കഴിഞ്ഞു. പെരുന്നാൾ പിറ്റേന്ന് ഗവൺമെന്റ് ലീവ് ഒന്നും തരാത്തതുകൊണ്ട് നമുക്ക് ജോലിക്ക് പോകാനുണ്ട്. അപ്പൊ ഗുഡ് നൈറ്റ്, ബൈ.